ഹലോ, നമസ്കാരം. സുരഭയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡീഫ്രിസ് ചെയ്യാനും അതുപോലെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജബിൾ ആക്കാനുമാണ് നമ്മൾ പൊതുവെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് പകുതി ഹെയർ വെർജിൻ ഹെയറുമാണ്, പകുതി ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയറാണ്. അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിലോട്ട് സജഷൻസ് കൊടുത്തത്. കാരണം എനിക്ക് ഒത്തിരി വർഷമായിട്ട് പരിചയമുള്ള ഒരു ക്ലയൻറ്റാണ്. അതുപോലെ തന്നെ ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ സ്ട്രെയിറ്റനിങ് ചെയ്തൊരു ഹെയറാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഫ്രിസ് ആയിട്ടുള്ള ഒരു ഹെയറാണ്. മാനേജ് ചെയ്യാനും കുറച്ച് പാടായിട്ടുള്ള, പക്ഷേ ഹെയർ ലോസോ ഹെയർ ബ്രേക്കേജോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. കാരണം അവർ കൃത്യമായിട്ട് ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഹെയർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ പൊട്ടലോ അല്ലെങ്കിൽ നമുക്കൊരു ഹെയർ ലോസോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സാധാരണ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റനിങ്, കളറിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ഹെയറിന് വല്ലതും സംഭവിക്കുമോ എന്നുള്ളത്. നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിന് യാതൊരു കേടും സംഭവിക്കില്ല എന്നാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്ത് 1 അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം എക്സസ് വരുന്ന ക്രീം റിമൂവ് ചെയ്യാണ് ഹെയറിന്ന്. ഇത് കഴിഞ്ഞ് നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയണിങ്ങിലോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ്. ഡ്രൈ ചെയ്യുമ്പോൾ സാധാരണ ചൂട് വെച്ചിട്ടാണ് ഡ്രൈ ചെയ്യുക. ഐ മീൻ ബ്ലോ ഡ്രൈ ആണ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഡ്രൈയിങ്ങിനെ നമ്മൾ ബ്ലോ ഡ്രൈ അല്ല, നോർമൽ കോൾഡിലാണ് ഡ്രൈ ചെയ്യുന്നത്. കാരണം ചൂടിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോട്ടീനൊക്കെ റൂട്ടിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ മുകളിലത്തെ ഹെയറിന് ഒരിക്കലും പ്രോട്ടീൻ കിട്ടില്ല. അത് മെൽട്ടായിട്ട് ഹെയറിൻ്റെ റൂട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഡ്രൈ ചെയ്യുമ്പോൾ കൂൾ ഹെയറിൽ ഇട്ടിട്ട് ഡ്രൈ ചെയ്യുന്നതാണ് പ്രോസസ്സിന് ഏറ്റവും നല്ലത്. ആദ്യം നമ്മൾ സ്കാൽപ്പിലാണ് ഡ്രൈ ചെയ്യുന്നത്, പിന്നെയാണ് നമ്മൾ റൂട്ടിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചർ അയണിങ് ആണ്. പ്രൊഡക്റ്റ് നന്നായിട്ട് പെനിട്രേറ്റ് ആവാനും അതേപോലെ പ്രൊഡക്റ്റ് സീൽ ചെയ്യാനും കൂടെയാണ് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്മോക്കും നല്ല രീതിയിൽ കുറവുണ്ടാവും. സ്മോക്ക് ഉണ്ടെങ്കിലും നമുക്ക് ആ സ്മോക്ക് കൊണ്ട് സഫക്കേഷൻ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വലിയ വലിയ സെക്ഷൻസ് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്മോൾ സെക്ഷൻ അയണിങ് വിത്ത് നോർമലി നമ്മൾ ഇടുന്ന പോലെ ഒരു ഡാമേജ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരു 200 to 10 ടെമ്പറേച്ചറിലും, ഒരുപാട് ഫ്രിസ് ഭയങ്കര തിക്ക് ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരു 230 വരെയൊക്കെ ടെമ്പറേച്ചർ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെയർ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആൻഡ് ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് പോലെയല്ല. നമ്മൾ അയൺ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ സ്ട്രെയിറ്റനിങ്. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷനും അനുസരിച്ചാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ ക്ലയൻറ്റ് ടു ദ അതർ. അതാണ് ഇതിൻ്റെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ആഫ്റ്റർ റിസൾട്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഹെയർ ഡീഫ്രിസ് ആൻഡ് ഷൈൻ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്.